പേര് ലക്ഷ്മിയാണ്. എൻ്റെ പേര് പാർവതി. എത്രയിലാ പഠിക്കുന്നത്? 11th. ഓക്കെ. ആദ്യമായിട്ടാണോ പൊങ്കാലിടാൻ? അല്ല, 3ാമത്തെ വർഷം. അപ്പോൾ പൊങ്കാലിടാൻ വന്നപ്പോഴേ എന്ത് തോന്നി? സന്തോഷം തോന്നി. എപ്പോഴും ഒരു തവണ ഇട്ട് കഴിയുമ്പോൾ പിന്നെയും വിടാനുള്ള ഒരാഗ്രഹം തോന്നി. അങ്ങനെയാണോ? എനിക്ക് സന്തോഷം. എന്തെങ്കിലും ചെയ്തായിരുന്നോ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത്? അപ്പം ഈ പ്രധാനമായിട്ട് പ്രാർത്ഥനയ്ക്കാണ്. നമ്മളിപ്പം ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങളെന്താ പ്രാർത്ഥിച്ചത്? വലുതായിട്ടൊരു ഡോക്ടർ ആവാൻ പറ്റുന്നു. രണ്ടുപേർക്ക് ഒരേ ആഗ്രഹമാണോ? അപ്പോൾ എല്ലാവരും ഒരേ വേഷം പോലെ തന്നെ ഒരേ ആഗ്രഹത്തോട് കൂടിയവരാണല്ലേ? എങ്ങനെയാണ് ഇവരെ കുറിച്ചുള്ള പൊതുവെയുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെ, കുഴപ്പമൊന്നുമില്ല. ഇതുവരെയും എനിക്ക് ടെൻഷനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവർ. അപ്പോൾ ഈ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണോ ഈ ദൈവിക കാര്യങ്ങളിലേക്ക്? അതെ. എൻ്റെ കൂടെ എന്തിനും കൂടെ നിൽക്കുന്ന ഒരു പ്രകൃതമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. സാധാരണ ഈ പ്രായത്തിലുള്ളവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ +1 പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ താല്പര്യം കാണിക്കാറില്ല. ദൈവിക കാര്യങ്ങളിൽ അവർ സോഷ്യൽ മീഡിയയിലാണ് ജീവിക്കുന്നത്. അപ്പം മക്കളിൽ നിന്ന് വ്യത്യസ്തരാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻ്റെ കൂടെ നിൽക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. വിളിച്ചാൽ വരും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ ഇനി കുറേ കാലം ഇങ്ങനെ അമ്മയുടെ നടയിൽ ഇനി നടയിലിടണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മളിവിടെയാണല്ലോ ഇടുന്നത്. ആറ്റുകാലിൻ്റെ ദേവീ ക്ഷേത്രത്തിൻ്റെ നടയിലിടണമെന്ന് ആഗ്രഹമുണ്ടോ? എപ്പോഴിടണമെന്നാണ് ആഗ്രഹം? എത്രയും പെട്ടെന്ന് ഇടണമെന്നാണ് ഇവരുടെ ആഗ്രഹം. പോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇവർക്ക് ഒരു പൊങ്കാലിടുന്നതിന്, ദേവിയുടെ നടയിൽ പൊങ്കാലിടുന്നതിന് സാധിക്കട്ടെ. അതുപോലെ തന്നെ ഉയരങ്ങളിലെത്താൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്ന് ഈ പുണ്യദിനത്തിൽ ഇവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.